ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സർവശക്തനും മഹാകാരുണ്യവാനുമായ സർവേശ്വരൻ്റെ സകല കൃപകളും നമ്മുടെ മേൽ പുത്രൻ മുഖാന്തരം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവാൻ ദൈവം ആ സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്തട്ടെ. നമുക്ക് ആവശ്യമായിരിക്കുന്നതായ കാര്യങ്ങളെ ഗ്രഹിക്കുവാനും നമുക്ക് നമ്മുടെ ആത്മാവിൽ അത് പകർത്തുവാനും നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാനും തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവകൃപയെന്ന 105 സങ്കീർത്തനം ചില ഭാഗങ്ങൾ ദീർഘമായുള്ള ഒരു സങ്കീർത്തനം തന്നെയാണ്. ഇസ്രായേലിൻ്റെ ഒരു ഷോർട്ട് ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. മുഴുവൻ വിവരിക്കുന്നതായ അവർക്ക് ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ വലിയ സംഭവങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ വിവരിച്ചിരിക്കുന്നതാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. നമ്മൾ 104 സങ്കീർത്തനത്തിൽ സൃഷ്ടിയുടെ വിവരണത്തെക്കുറിച്ച് കണ്ടു. ഭൂമിയുടെ ഓരോ ഇതിലെയും ജീവജാലങ്ങളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുമെല്ലാം വിവരണങ്ങൾ കൊടുത്തു. അതിൻ്റെ വിവരണങ്ങൾ കൊടുത്തതുപോലെ തന്നെ 105 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ജനത്തിൻ്റെ ആ വീണ്ടെടുപ്പിനെക്കുറിച്ചും അതിനെക്കുറിച്ചുമൊക്കെയാണ് അവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ 24 വരെ വായിച്ചു. 25 മുതൽ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ നമ്മൾ കാണുന്നു, തൻ്റെ ജനത്തെ പകയ്ക്കുകയും തൻ്റെ ദാസന്മാരോട് ഉപായം പ്രയോഗിക്കുവാനും അവൻ അവരുടെ ഹൃദയത്തെ മറിച്ചു കളഞ്ഞു. അവൻ തൻ്റെ ദാസനായ മോശയെയും താൻ തെരഞ്ഞെടുത്ത അഹരോനെയും അയച്ചു. ഇവർ അവരുടെ ഇടയിൽ അവൻ്റെ അടയാളങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുതങ്ങളും കാണിച്ചു. അവൻ ഇരുളയച്ചു, ദേശത്തെ ഇരുട്ടാക്കി. അവർ അവൻ്റെ വചനത്തോട് മറുത്തതുമില്ല. അവൻ അവരുടെ വെള്ളത്തെ രക്തമാക്കി, അവരുടെ മത്സ്യങ്ങളെ കൊന്നുകളഞ്ഞു. അവരുടെ ദേശത്ത് തവള വ്യാപിച്ചു, രാജാക്കന്മാരുടെ പള്ളിയറകളിൽ പോലും നിറഞ്ഞു. അവൻ കൽപ്പിച്ചപ്പോൾ നായീച്ചയും അവരുടെ ദേശത്തെല്ലാം പേനും വന്നു. അവനവർക്ക് മഴയ്ക്ക് പകരം കൽമഴയും അവരുടെ ദേശത്തിൽ അഗ്നിജ്വാലയും അയച്ചു. അവരുടെ മുന്തിരിവള്ളികളും അത്തിവൃക്ഷങ്ങളും തകർത്തു, അവരുടെ ദേശത്തിലെ വൃക്ഷങ്ങളും നശിപ്പിച്ചു. അവൻ കൽപ്പിച്ചപ്പോൾ വെട്ടുക്കിളിയും തുള്ളനും അനവധിയായി വന്നു. അവരുടെ ദേശത്തിലെ സസ്യമൊക്കെയും അവരുടെ വയലിലെ വിളയും തിന്നുകളഞ്ഞു. അവരുടെ ദേശത്തിലെ എല്ലാ കടിഞ്ഞൂലിനെയും അവരുടെ സർവ്വവീര്യത്തിൻ ആദിഫലത്തെയും സംഹരിച്ചു. ഇവിടെ ഈ ഇസ്രായേൽ ജനത്തെ പകയ്ക്കുകയും തൻ്റെ ദാസന്മാരോട് ഉപായം പ്രയോഗിക്കുകയും അവനവരുടെ ഹൃദയത്തെ മറിച്ചു കളഞ്ഞുവെന്ന്. ഇവിടെ ഇസ്രായേൽ ജനത്തെ ആദ്യം അവർക്ക് അംഗീകാരം ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, യോസഫിന് അറിയാത്ത ഒരു ഫറവോ രാജാവോടുണ്ടായി. യോസഫ് ചെയ്ത നന്മകളും യോസഫ് ഈജിപ്തിനെ ക്ഷാമത്തിൽ നിന്നും ദൈവത്തിൻ്റെ കൃപയാൽ അവർ നോക്കുമ്പോൾ യോസഫിനെയാണ് ദൈവം ഉപയോഗിച്ചത്. അങ്ങനെ വിടുവിച്ചതുമൊക്കെ ആ കാലങ്ങളിലേക്ക് ഓർത്തു അവന് മാന്യതയെല്ലാം നൽകിയെങ്കിലും പിൽക്കാലത്ത് വന്ന ഫറവോ രാജാവ് അത് ഓർത്തില്ല എന്ന്. അങ്ങനെ ഇസ്രായേൽ ജനത്തോട് കാഠിന്യം തുടങ്ങിയെന്ന് പറയുന്നത്. കഠിന വേലകളാൽ അവരടിമപ്പെടുത്തി. അതാണ് അവരവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു ഫ്രീഡത്തിന് വേണ്ടി അവർ ആഗ്രഹിച്ചതാണ്. ആദ്യ നാളുകൾ അവർ ഫ്രീഡത്തിന് ആഗ്രഹിച്ചില്ല. കാരണം ദേ ആർ സർവൈവർ, അവർ ജയാളികളായിരുന്നു. അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാം അംഗീകാരമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അത് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടുക മാത്രമല്ല, ഇവരെ കഠിന വേലകൾ, അടിമ വേലകളാൽ ഇവരെ അടിമകളാക്കുകയാണ് ഇവരെ ചെയ്തത്. കാരണം ഇവർ വർദ്ധിച്ചു പെരുകി ഇവർ തങ്ങളെ വിട്ടു പോകുമോ ഇല്ലയോ എന്നുള്ള ഭയനിമിത്തമാണ് വന്ന രാജാക്കന്മാർ, ആ ഫറവോ രാജാവ് പിന്നെ ഇവരെ അടിമകളാക്കുകയാണ്. അങ്ങനെ ഇഷ്ടിക ചൂളയിൽ അവരെ വൈക്കോല് ഒക്കെ ശേഖരിച്ച് അതുകൊണ്ട് ഇഷ്ടിക ചൂള, അവർക്ക് വലിയ സംഭാര നഗരങ്ങളൊക്കെ യോസഫ് പണിതാണ് എന്ന് പറഞ്ഞ പോലെ ഇവരെ കൊണ്ട് തന്നെ തുടർന്ന് അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് കഠിന വേലകളാൽ അവരുടെ ജീവിതം കയ്പാക്കി മാറ്റുന്നതാണ് പറയുന്നത്. അടിമ വേല നിമിത്തം ഇവർ നിലവിളിച്ചു. ദൈവം അവരുടെ നിലവിളി കേട്ടു. ഞാനവിടെ കഷ്ടത കണ്ടു അവരുടെ നിലവിളി കേട്ടു. ഞാനിപ്പോൾ അവരെ രക്ഷിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്നാണ് മോശയെ ദൈവം വിളിക്കുമ്പോൾ പറയുന്നത്. അവരെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം ഈജിപ്തിൽ അയച്ച 10 ബാധകൾ, ആ ബാധകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് പിന്നെ നമ്മളവിടെ കാണുന്നത്. ഇവരോട് ഉപായമൊക്കെ പ്രവർത്തിക്കുക ദൈവം അനുവദിക്കുകയാണ്. കാരണം ഇവരെ എന്നും അവിടെ നിർത്തുവാനല്ല, അവരെ അവിടെ നിന്ന് വീഴ്ത്തണം. അപ്പോൾ അവരുടെ സുഖലോലുപതയിൽ അവരങ്ങനെ നിന്നുപോയാൽ അവർ അവിടെ തന്നെ ജീവൻ കഴിക്കും. പക്ഷെ ദൈവത്തിന് അപ്പോൾ പദ്ധതി നടക്കുകയില്ല. ദൈവീ വാഗ്ദത്തങ്ങളും രക്ഷകൻ്റെ വരവും ലോകത്തിൻ്റെ വീണ്ടെടുപ്പും എല്ലാം ആ പദ്ധതിയിലുണ്ട്. അപ്പോൾ ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി
അവരുടെ ഹൃദയങ്ങൾ ഇവരോട് ഉപായം പ്രയോഗിക്കാനും ഒക്കെ ദൈവം അനുവദിക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിന് ആരെ ഉപയോഗിക്കാനായിട്ട് പറ്റും? ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ്? ഫറവോന് ഈ അവസരങ്ങളൊക്കെ കൊടുത്തു, പക്ഷെ അവൻ അവസരങ്ങളൊന്നും വിനിയോഗിച്ചില്ല. ഈ ബാധ തട്ടുമ്പോൾ മന്ത്രവാദികൾ അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫറവോൻ വിചാരിക്കുകയാണ്, അതുപോലെ തന്നെയല്ലേ, ഒരേ പവറല്ലേ എന്ന് വിചാരിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല. പേനിൻ്റെ കാര്യം വന്നപ്പോൾ ഈ മന്ത്രവാദികൾ പരാജയപ്പെടുക, അവർക്ക് അതുപോലെ വരുത്താൻ സാധിച്ചില്ലെന്നാണ് പറഞ്ഞ്. പേന് മറ്റെല്ലാം ഒരു പൊടി പേനാക്കി മാറ്റി ഈ മോശയൊക്കെ ദൈവത്തിൻ്റെ അഹ്റോൻ മോശയുടെ ആജ്ഞപ്രകാരം ദൈവത്തിൻ്റെ ആലോചനയാൽ ദൈവത്തിൻ്റെ അധികാരത്താൽ അവിടെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മന്ത്രവാദികൾ ചെയ്യാൻ നോക്കിയിട്ട് അവർക്ക് പറ്റില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് ഫറവോൻ്റെ അടുത്ത്, ഇത് ദൈവത്തിൻ്റെ കൈ തന്നെയെന്ന്. അവരെ കൊണ്ടുപോലും സാക്ഷിക്കുകയാണ്, ഇത് ദൈവത്തിൻ്റെ കൈയാണ്. എന്നിട്ടും ഫറവോൻ രൂപാന്തരപ്പെട്ടില്ല എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഏതൊരു മനുഷ്യനെയും ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ അത് അവരുടെ ഹിതപ്രകാരമാണെന്ന് ആയിരിക്കണമെന്നില്ല. പക്ഷെ ഹിതപ്രകാരം നമ്മൾ സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ സമർപ്പണം ദൈവത്തിന് വേണ്ടി. അതാണ് മോശയെന്ന് ഫറവോനും തമ്മിലുള്ള വ്യത്യാസം. ഫറവോനെ ദൈവം ഉപയോഗിച്ചു, മോശയും ദൈവം ഉപയോഗിച്ചു. പക്ഷെ രണ്ടുപേരും ഉപയോഗിച്ചതിൻ്റെ വ്യത്യസ്തത, മോശ തന്നെ ദൈവത്തിന് വിധേയപ്പെടുത്തി തന്നെ സമർപ്പിച്ചു. അപ്രകാരം അപ്പോൾ മോശയെ ദൈവം ഉപയോഗിച്ചു. ഫറവോനോ അവൻ റിബല്ലിയസ് ആയിരുന്നു, പക്ഷെ ദൈവം തൻ്റെ ജനത്തിൽ കൂടെ നിവർത്തിക്കാനുള്ള പദ്ധതിക്ക് വേണ്ടി ഫറവോയെ ദൈവം ഉപയോഗിച്ചു എന്നാണ് ദൈവത്തിൻ്റെ അധികാരം. അതാണ് ഏതൊരു മനുഷ്യനെയും ദൈവത്തിൻ്റെ സർവ്വശക്തി അനുസരിച്ച് ദൈവത്തിന് ഉപയോഗിക്കുക. പക്ഷേ എക്കാലവും ദൈവം അങ്ങനെ ഉപയോഗിക്കുകയില്ല. കാരണം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക. ആ സ്വാതന്ത്ര്യത്തിന് അവരേക്ക് വിട്ടുകളയുക. പക്ഷെ ദൈവത്തിന് വേണ്ടി വന്നാൽ ഏതൊരു മനുഷ്യനെയും ദൈവത്തിൻ്റെ അതും ആ മനുഷ്യൻ്റെ ഹിതമല്ല, ദൈവഹിതപ്രകാരമാണ് ദൈവം ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുകയാണ് 10 ബാധകൾ അയച്ചായിട്ട് നമ്മൾ കാണുകയാണ്. അവൻ തൻ്റെ ദാസനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹ്റോനെയും അയച്ചു. ഇവർ അവരുടെ ഇടയിൽ അവൻ്റെ അടയാളങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുതങ്ങളും കാണിച്ചു. ഹാമിൻ്റെ ദേശം എന്നൊക്കെ പറയുന്ന നോഹയുടെ പുത്രന്മാരുടെ അവിടെ അത് ഹിസ്റ്ററിക്കലായിട്ട് തന്നെ തെളിവുള്ളതാണത്. ഒന്നാമത്തെ, അവൻ ഇരുളയച്ചു ദേശത്ത് ഇരുട്ടാക്കി, അവർ അവൻ വചനത്തോട് മറുത്തുന്നില്ല. ഇരുളെന്ന് പറയുന്നതിന് ആദ്യത്തെ ഇവർക്ക് ഒസിരീസ് എന്ന് പറയുന്ന നാമത്തിൽ അറിയപ്പെടുന്ന സൂര്യദേവൻ, വെളിച്ചത്തെ, അവർ സൂര്യനെ ആരാധിച്ചിരുന്നവരാണ്. മാത്രമല്ല ഫറവോ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ സൂര്യനാണ്. ഫറവോനാണ് അവരുടെ ദൈവം, ഫറവോയാണ് അവരുടെ ദൈവം. അപ്പോൾ ആ ദൈവത്തിൻ്റെ മേൽ അവരുടെ അവരുണ്ടാക്കിയെടുത്ത ദൈവത്തിൻ്റെ മേൽ വന്ന ഒന്നാമത്തെ ഒന്നാമത്തെ അടിയാണത് ഇരുളെന്ന് പറയുന്നത്. ഓസിരീസ് അതിനെയൊക്കെ ജയിച്ചതായ ദൈവത്തിൻ്റെ ശക്തി, സർവശക്തി. അപ്പോൾ അവരുടെ ബലമെല്ലാം ആദ്യം തന്നെ അവരുടെ ദൈവത്തെ തന്നെ അവിടെ തകർക്കുകയാണ് കാണുന്നത്. ഇരുളയച്ചു ദേശത്ത് ഇരുട്ടാക്കി, അവർ വചനത്തോട് മറുത്തുമില്ല. അവൻ അവരുടെ വെള്ളത്തെ രക്തമാക്കി. രണ്ടാമത് നമ്മൾ കാണുന്ന നൈൽ നദി, അതും ദൈവമാണെന്നിട്ട് അവർ കാണുന്ന നൈൽ നദിയെ. അവിടെ അനുഗ്രഹമാണത്. ജൂൺ മാസം തൊട്ട് ഏകദേശം അത് കരയെ കുവിഞ്ഞ് ഒഴുകാൻ തുടങ്ങും. സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്കും തീരം കവിഞ്ഞത് ഒഴുകുന്ന രീതിയിലേക്ക് വരും. നൈൽ നദി ഈജിപ്തിൻ്റെ ദാനം എന്നൊക്കെ നമ്മൾ പറയും. ഈജിപ്തിൻ്റെ നല്ല ഏക്കൽ മണ്ണുകളൊക്കെ കൊണ്ട് അത് ഫലഭൂയിഷ്ടമായ ഒരു പ്രദേശമാക്കി മാറ്റി നൈൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഓരോന്നിനും കൊണ്ട് ചൈനയുടെ മഞ്ഞ നദി എന്ന് പറയും അല്ലേ, ഓരോ ദേശത്തിനും ഉണ്ട് ഓരോരോ. അപ്പോൾ ഈജിപ്തിൻ്റെ ഭാഗ്യമെന്ന് പറയുന്ന നൈൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആ നദിയുടെ വെള്ളമെല്ലാം രക്തമാക്കി. അപ്പോൾ അവരുടെ അടുത്ത ദൈവത്തെ, അപ്പോൾ ഓരോ ബാധകളും അവർ വണങ്ങി വന്ന ഓരോരോ ആരാധനാമൂർത്തിക്കെതിരെയുള്ള യുദ്ധങ്ങളാണ്. അതൊന്നുമല്ല യഥാർത്ഥമെന്ന് ദൈവം തൻ്റെ ശക്തിയെ തെളിയിക്കുന്നതാണ്. അവിടെ വെള്ളത്തെ രക്തമാക്കി, അവരുടെ മത്സ്യങ്ങളെ കൊന്നുകളഞ്ഞു. അവിടെ ദേശത്ത് തവള വ്യാപിച്ചു. രാജാക്കന്മാരുടെ പള്ളിയറകളിൽ പോലും നിറഞ്ഞു തവള. അവൻ കൽപ്പിച്ചപ്പോൾ നായീച്ച വന്നു. അവരുടെ ദേശത്ത് പേനും വന്നു. അവനവർക്ക് മഴയ്ക്ക് പകരം കൽമഴ, അവരുടെ ദേശത്തിൽ അഗ്നിജ്വാലയം അയച്ചു. അവനവരുടെ മുന്തിരിവള്ളികളും അത്തിവൃക്ഷങ്ങളും തകർത്തു. അവരുടെ ദേശത്തിലെ വൃക്ഷങ്ങളും നശിപ്പിച്ചു. ഭയങ്കര ബാധയാണ്. പക്ഷേ ഇത് വ്യത്യസ്തമാകുന്നത് ഈ ദേശങ്ങൾക്ക് മാത്രം, ഇസ്രായേൽ ജനം പാർത്ത ഗോശൻ ദേശത്ത് മാത്രം ഇതൊന്നുമില്ല, അവർ അഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അടയാളം. പുറമേ ഇതെല്ലാം അപ്പുറത്തുള്ളവർക്കെല്ലാം ഇത് സംഭവിക്കുമ്പോഴും ഇവർക്കിതൊന്നും ഒരു ഹാനിയും തട്ടുന്നില്ല. ഇവർക്ക് ഇരുളില്ല, ഒന്നുമില്ല. അവിടെ പറയുന്ന ഇരുളെന്ന് പറയുന്നത് 3 ദിവസത്തേക്ക് ഒരുത്തനെ കണ്ടില്ലെന്ന്. അടുത്ത് നിൽക്കുന്ന ആളെപ്പോലും കാണാൻ പറ്റാത്തതാണ് കുറ്റാക്കുറ്റിരുട്ട്. 3 ദിവസത്തേക്ക് രാവും പകലും. എങ്ങനെയുണ്ട്? അടുത്തൊരു ആരാണെന്ന് പോലും അറിയാൻ പറ്റാത്ത അത്രമാത്രം ഇരുട്ട് വ്യാപിക്കുന്ന ഒരു ഇത്. അതാണ് ഇരുട്ടിൻ്റെ ആ തീവ്രതയെന്ന് നമ്മൾ പറയും അല്ലേ. വെളിച്ചത്തിൻ്റെ
തീവ്രത എന്ന് പറയുന്ന പോലെ കുറ്റാക്കുറ്റിരുട്ടെന്നൊക്കെ പറയുമ്പോൾ ഇരുട്ടിൻ്റെ തീവ്രത എത്രമാത്രമാണ് നമ്മൾ കാണുകയാണ്. പേനും വന്നു അവനവർക്ക് മഴയ്ക്ക് പകരം കൽമഴയൊക്കെ പെയ്ത് ഒത്തിരി ജീവജാലങ്ങൾക്ക് അവിടെയും ദൈവം പറയുന്നു, ഈ മോശ മുഖാന്തരം പറയുന്നുണ്ട്, മിസ്രൈമ്യരോട് തന്നെ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളുള്ള ജീവജാലങ്ങളെയെല്ലാം മൃഗങ്ങളെയെല്ലാം നിങ്ങൾ അകത്ത് കയറ്റണം, രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് കൽമഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും. പക്ഷേ ചിലരൊക്കെ അനുസരിച്ചു, ചിലരും അനുസരിച്ചില്ല. അനുസരിച്ചവർക്ക് അവരുടെ മൃഗങ്ങളെയൊക്കെ കിട്ടിയെന്ന് നമ്മളവിടെ കാണുന്നത്. അനുസരിക്കാത്തവർക്ക് അതെല്ലാം നഷ്ടമാകുകയാണ്. അപ്പം അവിടെ അനുസരിക്കുന്നവരുണ്ടായിരുന്നു. ഈ സമ്മിശ്ര ജനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇവരോട് ചേരാൻ താല്പര്യമുള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. ഈജിപ്ഷ്യത്തിൽ അവരും കൂടെ വരുന്നുണ്ടല്ലോ. സമ്മിശ്ര ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇവർ കടിഞ്ഞൂൽ സംഹാരത്തോട് യാത്ര പുറപ്പെടുമ്പോൾ. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കൽമഴ അഗ്നിജ്വാലയിച്ച് തീ ഇടപെടാതെ ഇറങ്ങിക്കൊണ്ടിരുന്നു. മുന്തിരിവള്ളികളും അത്തിവൃക്ഷങ്ങളും തകർത്തോടെ കൃഷിയെല്ലാം അവരുടെ ദേശത്തിലെ വൃക്ഷങ്ങളെ നശിപ്പിച്ചു. അവൻ കൽപ്പിച്ചപ്പോൾ വെട്ടുക്കിളിയും തുള്ളനും അത് പച്ചയായതെല്ലാം തിന്നുകളയുകയാണ്. അവരുടെ ദേശത്തിലെ സസ്യമൊക്കെയും അവിടെ വയലിലെ വിളയും തിന്നുകളഞ്ഞു. അവൻ അവരുടെ ദേശത്തിലെ എല്ലാ കടിഞ്ഞൂലിനെയും അവരുടെ സർവ്വവീര്യത്തിൻ്റെ ആദിഫലത്തെയും സംഹരിച്ചു. ഇവിടെ ദൈവത്തിൻ്റെ കോപം നമ്മൾ കാണാൻ പറ്റും. കാരണം എന്തിനാ ഈ ആദിജാതന്മാരെ കൊന്നുകളഞ്ഞെന്നറിയാമോ? പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന നിയമം ദൈവം കൊണ്ടുവന്നപ്പോൾ അവർക്കും അവിടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതാണ് അവരുടെ ഇതിലും. അപ്പോൾ അവരുടേതായിട്ടുള്ള ഇതിനനുസരിച്ച് അവരെ കുറ്റം വിധിക്കുക, ന്യായം വിധിക്കുകയാണ്. കാരണം ഇസ്രായേലിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളൊക്കെയും കൊന്നുകളയണമെന്നൊരു കൽപ്പന കേട്ടില്ലേ? നൈൽ നദിയിൽ എറിഞ്ഞു കളയുക. 2 വയസ്സിന് ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ആൺകുട്ടിയാണെങ്കിൽ അതിനെ നൈൽ നദിയിൽ എറിഞ്ഞു കളയുകയാണ്. അവരുടെ ദൈവത്തിന് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം എത്രമാത്രം കുഞ്ഞുങ്ങൾ അവിടെ നഷ്ടപ്പെട്ടിരിക്കും. അതിന് പ്രതിവിധി, അതിന് ദൈവത്തിൻ്റെ റിവെഞ്ച് എന്ന് പറയുന്നത്. ദൈവം പ്രതികാരം ചെയ്യുന്നവനാണ് ദൈവം. പ്രതികാരം ചെയ്യുന്ന ദൈവമാണ്. അതാണ് നിങ്ങൾ പ്രതികാരം ചെയ്തത് ദൈവത്തിന് ഇടം കൊടുപ്പിയെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് ഇവരുടെ ആദിജാതന്മാരുടെ നഷ്ടമാകുന്നു. അവരെന്ത് ചെയ്തോ അത് തന്നെ അവർക്ക് തിരിച്ചടിയാൻ നൽകുകയാണ്. അത് ഓരോന്നിലും നമ്മളിവിടെ കാണുന്നുണ്ട്. ഓരോ സംഭവങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രവൃത്തിക്ക് അതിൻ്റെ റിയാക്ഷൻ, എവറി ആക്ഷൻ ദർ ഇസ് എൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ എന്ന് പറയും. ഓരോ പ്രവൃത്തിക്കും അതിൻ്റെ എതിരും അതിന് തുല്യമായൊരു റിയാക്ഷൻ ഉണ്ടാകുമെന്ന് ഫിസിക്കൽ ലോ ഉള്ളതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുകയാണ്. ഇവർ ചെയ്ത പ്രവൃത്തിക്ക് ഇവർക്ക് തിരികെ കിട്ടുകയാണ്. ഇവരുടെ ആദിജാതന്മാരെല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് ഫറവോ അവർ വിടുന്നത്. അതുവരെ അവൻ്റെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കുക. അവൻ സമ്മതിക്കുക ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാൻ. അവരെ പെട്ടെന്ന് വിളിച്ചിട്ട് മോശയൊക്കെ വരുത്തി പറയുക, നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് പറയുകയാണ്. വിടുവിക്കുന്ന ചരിത്രമെല്ലാം വളരെ രസകരമാണ്. ആദ്യം കുറച്ച് പേര് പോയാൽ മതി, ആടുമാടുകൾ നിൽക്കട്ടെ എന്നൊക്കെ മോശ പറഞ്ഞില്ല. ഒരു കുളം പോലും ശേഷിക്കാതെ ഞങ്ങൾക്ക് പോകണം ദൈവത്തെ ആരാധിക്കാൻ എന്ന് പറഞ്ഞ്. അങ്ങനെ ദൈവം ഇസ്രായേൽ ജനത്തെ അവിടുന്ന് വിടുർത്തുകയാണ്. ദൈവത്തിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോന്നിനും ദൈവിക ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ് ഇതിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം. എന്ത് സംഭവിച്ചാലും അതിനൊക്കെ ദൈവത്തിന് അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. ഞാൻ അറിയാവുന്ന എൻ്റെ തലയിലെ രോമം പോലും പൊഴുകയില്ല. എന്തെല്ലാം വന്നാലും അതെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നുവെന്ന് റോമർക്ക് ലേഖനം 8-28 നമ്മൾ കാണുന്നുണ്ട്. എന്ത് സംഭവിച്ചാലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ സകലതും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ സർവ്വശക്തിക്ക് കഴിയും. അതുകൊണ്ട് നമ്മുടെ എല്ലാം എന്തുമായിക്കോട്ടെ, ഏത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ, ദൈവസന്നിധിയിലേക്ക് ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കുമ്പോൾ അതെല്ലാം നമുക്ക് നന്മയായിട്ട് ദൈവം മാറ്റി തീർക്കും. സ്നേഹവാനായ ദൈവമേ, സർവ്വശക്തനായ ദൈവമേ, മിസ്രൈം ദേശത്ത് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് ഇസ്രായേലിനെ വിടർത്തിയ, അവരുടെ അടിമത്തിൽ നിന്ന് വിടർത്തിയ ദൈവമേ, അവർ സ്വർഗീയ കനാനിലേക്ക് അവരെ നയിച്ച അവിടുത്തെ സർവ്വശക്തിക്കായി സ്തുതി. മോശ മുഖാന്തരം, അഹരോൻ മുഖാന്തരം അവിടെ ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും ഇന്നും കർത്താവെ അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമായിരിക്കാൻ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളോടും പ്രവർത്തിക്കണമേ, എല്ലാം നന്മയ്ക്കാക്കി മാറ്റണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ കരുണാമയാ, നാഥനേ രോഗരക്ഷകാ, തിരുസവിധേ
അണയുന്നു ഞാൻ.